ദ ഗോർജ് ആപ്പിൾ TV പ്ലസിൽ ഡയറക്റ്റ് OTT റിലീസായ ഇംഗ്ലീഷ് സൈഫൈ ത്രില്ലർ സിനിമയാണിത്. സ്കോട്ട് ലിറിക്സൺ സംവിധാനം ചെയ്ത ഈ സിനിമയെക്കുറിച്ചാണ് ഇന്ന്. ഒരു വലിയ മലയിടുക്ക്, അതിന് താഴേക്ക് അഗാധ ഗർത്തമാണെന്ന് പറയാം. ആ രണ്ട് മലയിലും, അതായത് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് രണ്ട് പോസ്റ്റുകൾ വെച്ചുണ്ട്. അതിൽ ഗാർഡായിട്ട് പോകുന്ന ഹൈലി സ്കിൽഡ് ആയ രണ്ട് സ്നൈപ്പേഴ്സ്. ഇവരുടെ കഥയാണ് ദ ഗോർജ് പറയുന്നത്. ദ ഗോർജ് അഥവാ ആ ഒരു മലയിടുക്കിന്റെ നിഗൂഢത തന്നെയാണ് ഈ പടത്തിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയാം. അവിടെ എന്താണ്, അതിലെ സസ്പെൻസ് എന്താണെന്നുള്ള ഒരു ആകാംക്ഷ ഒന്നുകൊണ്ട് നമ്മളെ പടം പിടിച്ചിരുത്തുന്നുണ്ട്. ഈ പടം കുറേയധികം ജോണറുകളുടെ ഒരു മിക്സ് ആണെന്ന് പറയാം. ആക്ഷൻ ആണ്, സർവൈവൽ ത്രില്ലർ ആണ്, ഹൊറർ ആണ്, സൈഫൈ ആണ്, ഒപ്പം റൊമാൻറ്റിക് മൂവി കൂടിയാണ്. ബേസിക്കലി ഈ റൊമാൻറ്റിക് ഫിലിംസ് പറഞ്ഞാൽ എന്റെ ഒരു ടൈപ്പ് അല്ല. പക്ഷേ ഇതിലെ പ്രണയം അത്ര ക്രിഞ്ചായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ഞാനത് എൻജോയ് ചെയ്ത് തന്നെ കണ്ടു. ഒപ്പം ഇതിന്റെ ത്രില്ലിംഗ് മൊമെന്റ്സും ആക്ഷൻ സീക്വൻസുകളും എനിക്ക് ഇഷ്ടപ്പെട്ടു. മൈൽസ് ടെല്ലറും ആനിയ ടൈലർ ജോയിയുമാണ് പടത്തിൽ പ്രധാന വേഷങ്ങൾ വന്നത്. രണ്ടുപേരുടെ പെർഫോമൻസ് നൈസ് ആയിരുന്നു. ഇവരുടെ കെമിസ്ട്രി നന്നായിട്ട് തന്നെ പടത്തിൽ വന്നിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ആ മെസ്സേജ് കൈമാറുന്ന രീതിയൊക്കെ രസമുണ്ടായിരുന്നു കാണാനായിട്ട്. സിഗോണി വീവറും ഒരു പ്രധാന വേഷത്തിൽ തന്നെ പടത്തിൽ വരുന്നുണ്ട്. ഇതിന്റെ ക്യാമറ, പ്രൊഡക്ഷൻ ഡിസൈൻ, എഡിറ്റിംഗ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ കൊള്ളാമായിരുന്നു. സൗണ്ട് ഡിസൈൻ കിടുവായിട്ട് തന്നെ ഫീൽ ചെയ്തു. VFX ഒരു ഡീസന്റ് വർക്കാണെന്ന ഫീലാണ് തന്നത്. സാക് ഡീൻ ആണ് ഇതിന്റെ രചന നിർവഹിച്ചിട്ടുള്ളത്. ആപ്പിൾ സ്റ്റുഡിയോയും അതുപോലെ സ്കൈ ഡാൻസ്, അങ്ങനെ 3-4 കമ്പനി ചേർന്നാണ് പടം നിർമ്മിച്ചിട്ടുള്ളത്. ഇതിന്റെ നെഗറ്റീവ്സ് പറഞ്ഞാൽ കോൺസെപ്റ്റ് ഒക്കെ വെറൈറ്റി ആയിരുന്നെങ്കിലും എൻഡിനോട് അടുക്കുമ്പോൾ വളരെ പ്രെഡിക്റ്റബിൾ ആയിട്ടാണ് പിന്നെ അങ്ങോട്ട് മുമ്പോട്ട് നീങ്ങുന്നത്. ഒരു വാവ് മൊമെന്റ് ഒന്നും തരുന്നില്ല പടം. ആ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ തേർഡ് ആക്ട് ഒക്കെ വരുമ്പോൾ അത്രയ്ക്ക് നിലനിർത്തിയില്ല എന്ന് തോന്നി. ഒരു ക്ലീഷേ ടൈപ്പ് എൻഡിങ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇങ്ങനെയൊക്കെ തീരുകളൊന്നും നമുക്കറിയാവുന്നതുകൊണ്ട് ചുമ്മാ ഇങ്ങനെ കണ്ടിരിക്കുകയായിരുന്നു ഞാൻ. പ്രതീക്ഷിച്ചതിന് അപ്പുറമോ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ടോ ഒന്നും പടത്തിൽ സംഭവിച്ചുമില്ല. സ്റ്റിൽ ആകമൊത്തം ടോട്ടലിൽ ഒരു ഡീസന്റ് വാച്ച് ആയിട്ടാണ് എനിക്ക് പടം തോന്നിയത്. ഓവർ എക്സ്പെക്ടേഷൻസ് ഒന്നും ഇല്ലാതെ കണ്ടാൽ ഒരു നൈസ് അനുഭവമായിരിക്കും. പടം ആപ്പിൾ TV പ്ലസിലാണ് സ്ട്രീം ചെയ്യുന്നത്. 2 മണിക്കൂർ 7 മിനിറ്റ് ആണ് സിനിമയുടെ ദൈർഘ്യം. 18+ ഒന്നുമല്ല. അപ്പോൾ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. അപ്പോൾ ശരിയാണ്.